കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന PK രാഘവൻ അനുസ്മരണം ഭരണിക്കാവിൽ നടത്തി. KPMSന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന PK രാഘവൻ അനുസ്മരണം ഭരണിക്കാവിൽ നടത്തി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നും അംബേദ്കർ കോളേജ് എന്ന് പറയുന്ന ആശയം നമ്മുടെ സമൂഹത്തിന്റെ മധ്യത്തിൽ നിൽക്കുകയാണ്. അന്നത്തെ 1 ഏക്കർ ഭൂമിയാണെങ്കിൽ ഇത് അത്രയും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ 1 കോടി രൂപ അംബേദ്കർ കോളനിക്ക് ചെലവഴിച്ച് ആ കോളനിയിൽ താമസിക്കുന്ന ആളുകളുടെ സമുദ്ധാരണത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്നുള്ള തീരുമാനത്തിന്റെ മൂലകാരണം നമ്മളുടെ ശ്രീ PK ആയിരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ അനുസ്മരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പോലീസ് സേനയിൽ റിസർവേഷൻ കിട്ടുന്നതിന് വേണ്ടി ഞാൻ ആ ഫയലെല്ലാം കൃത്യമായി നോക്കിയിട്ടുള്ളതാണ്. പോലീസ് സേനയിൽ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രത്യേക റിസർവേഷൻ കിട്ടുന്നതിന് വേണ്ടിയും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയും അദ്ദേഹം നടത്തിയ പ്രവർത്തനം വലുതാണ്. KPMS പ്രസിഡന്റ് അഡ്വക്കേറ്റ് സനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. MLA-മാരായ സജി ചെറിയാൻ, P പ്രസാദ്, BB ഗോപകുമാർ, ഉല്ലാസ് കോവൂർ, N ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. പത്തനാപുരം മണ്ഡലത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരള നിയമസഭയിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 87-ൽ അദ്ദേഹം 3ാം തവണ വൈക്കം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചു, നിയമസഭാംഗമായി. ഇവിടെ എന്റെ സഹോദരൻ പുന്നല ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ ഭരണരംഗത്ത് നിയമസഭാംഗങ്ങളുടെയും പാവപ്പെട്ടവനോടൊപ്പം ചേർന്ന് നിന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ ഓരോന്നായി അതിലൂടെ വിശദീകരിച്ചു, വളരെ മനോഹരമായി അതിലൂടെ അവതരിപ്പിച്ചു. അതിൽ ഏറ്റവും പ്രധാനം നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്കും പുറത്തും തൊഴിലാളികളുടെയും പാവപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെയും ഉയർച്ച ഈ ലോകത്തിന്റെ മുമ്പിൽ വരച്ചു കാട്ടി ഉറച്ച നിലപാട് സ്വീകരിച്ച വലിയൊരു രാഷ്ട്രീയ നേതാവായിരുന്നു PK. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.